അപ്പോൾ നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് അതല്ല കേട്ടോ, ഹെഡ് കോൺസ്റ്റബിളിൻ്റെയാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി ഇന്നലെ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമ്മളിത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, അതുപോലെ തന്നെ തുടർന്നിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് അതിൻ്റെ ഉടനെ തന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും ഡൽഹി പോലീസിൻ്റെ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇവിടെ കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിളിൻ്റെയാണ് വന്നിട്ടുള്ളത്. ഹെഡ് കോൺസ്റ്റബിൾ, അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ടെലി പ്രിൻ്റർ ഓപ്പറേറ്റർ. ഈ പോസ്റ്റ് അതായത് AWO TPO പോസ്റ്റിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണ് ഇപ്പോൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡിക്ലറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് റിസൾട്ട് ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ് അപ്പിയർ ഇൻ ദി ഫിസിക്കൽ എൻഡുറൻസ് ആൻഡ് മെഷർമെൻറ്റ് ടെസ്റ്റിലേക്ക് അവരെന്ത് ചെയ്യണം, അപ്പിയർ ആവേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ, പിന്നെ ട്രേഡ് ടെസ്റ്റ്, ഇതൊക്കെയാണുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളും ആദ്യം ഒന്ന് നോക്കാം. സോ കട്ട് ഓഫിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ആദ്യം ഫീമെയിൽസിൻ്റെ മാർക്കാണ് നമ്മൾ നോക്കുന്നത്. ഫീമെയിൽസിൻ്റെ കാറ്റഗറിയിലേക്ക്, ഓപ്പൺ കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ EWSന് 70 മാർക്കാണ് വന്നിട്ടുള്ളത്. കട്ട് ഓഫ് 70ൻ്റെ മുകളിലുണ്ട്, പോയിന്റ് ചില്ലറ കാണാൻ സാധിക്കും. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്നതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ 70 മാർക്കും 317 ഉദ്യോഗാർത്ഥികൾ അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. അതായത് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ SCക്ക് 57 മാർക്ക്, STക്ക് 51 മാർക്ക്, OBCക്ക് 67 മാർക്ക്, ജനറലിന് 70 മാർക്കാണ് കട്ട് ഓഫ് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ്. 78 മാർക്ക് EWSന് വന്നിട്ടുണ്ട്. SCക്ക് 70 മാർക്ക്, STക്ക് 67 മാർക്ക്, OBCക്ക് 77 മാർക്ക്, ജനറലിന് 79 മാർക്ക്. 80 മാർക്കിൻ്റെ അടുത്തായിട്ടുണ്ട്. കട്ട് ഓഫ് വളരെ കൂടുതൽ തന്നെയാണ് ഈ പോസ്റ്റിന് വന്നിട്ടുള്ളത്, നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ESM എക്സ് സർവീസ്മെൻ്റെ കട്ട് ഓഫ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ഓൾസോ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കട്ട് ഓഫ് ഇവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം നോർമൽ ഓപ്പൺ കാറ്റഗറിക്ക് മറ്റുള്ള പോസ്റ്റിന് എത്രയാണ് വരുന്നത് അതിൻ്റെ തന്നെ ഇവിടെ വരുന്നുണ്ട്. നല്ല കട്ട് ഓഫാണ് ഇത്തവണ വന്നിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും അത്യാവശ്യം മാർക്ക് ഇവിടെ ജനറൽ കാറ്റഗറി ആണ് എല്ലാവർക്കും വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക്, ഇതിൻ്റെ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യത്തിൽ ലിസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലിസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട SSCൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ SSCൻ്റെ സൈറ്റിൽ വരിക. SSCൻ്റെ സൈറ്റ് ssc.gov.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ വയർലെസ് ഓപ്പറേറ്റർ AWO TPOൻ്റെ റിസൾട്ട് വന്നത് കാണാൻ സാധിക്കും. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ലിസ്റ്റ് 1 ആണ്. ലിസ്റ്റ് 1 നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കിയിട്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ആണ് കേട്ടോ. ഇത് പെൺകുട്ടികളുടേതാണ്, പെൺകുട്ടികളുടെ ലിസ്റ്റാണ്. ഇവിടെ നമുക്ക് കാണാം ഇത് ഓപ്പൺ കാറ്റഗറി, എല്ലാവർക്കും അപേക്ഷിക്കാം. ഓപ്പൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, ഡിപ്പാർട്ട്മെൻറ്റും അല്ല എക്സ് സർവീസ്മെനും അല്ല, ഓപ്പൺ കാറ്റഗറിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടിയിലായിട്ട് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഓപ്പൺ കാറ്റഗറി കാണാൻ സാധിക്കും. അതിൻ്റെയും അടിയിലാണ് ലിസ്റ്റ് 3 ആണ് നമുക്ക് ബാക്കിയുള്ള കാൻഡിഡേറ്റ് ESM എക്സ് സർവീസ്മെൻ്റെ വന്നിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്നത് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ലിസ്റ്റ് വന്നിട്ടുള്ളത്. നമുക്ക് ആൺകുട്ടികളുടെ ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ AWO TPO in Delhi Police Examination 2025 list of male candidates qualified for PE and MT and trade test. റോൾ നമ്പറും അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ലിസ്റ്റ് 2ൽ കൊടുത്തിട്ടുള്ളത്. ആൺകുട്ടികളുടേതാണ്. ആദ്യം തന്നെ ഉദ്യോഗാർത്ഥിൻ്റെ റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കാം. അതായത് നിങ്ങളുടെ റോൾ നമ്പറോ പേരോ, റോൾ നമ്പർ സെർച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. റോൾ നമ്പർ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾക്ക് SSCൻ്റെ സൈറ്റിൽ പോയിട്ട് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ SSCൻ്റെ സൈറ്റിൽ വരിക. ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമുക്ക് റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടു, ഇതിൽ ക്ലിക്ക് ചെയ്താൽ റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ബാക്കിയുള്ളത് ഉടനെ വരും, ബാക്കിയുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉടനെ വരും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും.